Hello friends, welcome to my channel Beauty Bella with me. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യുന്നത് സാരി ഡ്രേപ്പിംഗ് വീഡിയോ തന്നെയാണ്. കഴിഞ്ഞ നമ്മുടെ വീഡിയോ കണ്ടിട്ട് കുറേ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചോദിച്ചിട്ടുണ്ടായിരുന്നു കൂടുതൽ സാരി ഡ്രേപ്പിംഗ് വീഡിയോ ചെയ്യുന്നത്. അതുപോലെ പ്ലീറ്റ്സ്, നമ്മളെ മൂന്നാണി പ്ലീറ്റ്സ് എങ്ങനെ എടുക്കുന്നതെന്നൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അന്ന് ഒറ്റ പ്ലീറ്റ്സിലാണ് ചെയ്തത്. അപ്പം നമ്മളിന്ന് പ്ലീറ്റ്സ് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇപ്പൊ ഈ കല്യാണ സമയങ്ങളും പിന്നെ ഫെസ്റ്റിവൽ ടൈമൊക്കെ ഇനി വരികയാണല്ലോ. അപ്പൊ എല്ലാവരും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് സാരി ആയിരിക്കും. അത് മാത്രമല്ല, സാരി കൊടുത്താൽ എല്ലാവരെയും കാണാൻ പ്രത്യേക ഭംഗിയാണ് അല്ലെ, നല്ല വൃത്തിക്കൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പൊ അതിൽ ചെറിയ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഉണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോ കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വീഡിയോയിൽ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ വീഡിയോ കാണാം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാരി എടുക്കുന്ന ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിലും നിങ്ങൾക്ക് പിന്നെ എന്താ പറയുക ഷേപ്പ് വെയർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് അതുപോലത്തെ സാറ്റിന്റെ അണ്ടർസ്കേർട്ട് വരുന്നുണ്ട്, അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫിഷ് കട്ടിൻ്റെത് നിങ്ങൾക്ക് തയ്ച്ചെടുക്കാം. അത് ജോർജറ്റിന്റെ മെറ്റീരിയൽ അല്ലെങ്കിൽ സാറ്റിൻ മെറ്റീരിയലോ പോളിസ്റ്റർ മെറ്റീരിയലോ ഫിഷ് കട്ടിന്റെ തയ്ക്കട കൊടുത്താൽ അവർ പറഞ്ഞാൽ മതി. അപ്പൊ ഫിഷ് കട്ടിന്റെ ഇതിൽ ഒരു അവർ അടിച്ചു തരും. അപ്പൊ നല്ല ഷേപ്പായിട്ട് നമുക്ക് സാരി എടുക്കുമ്പോൾ കിട്ടുകയും ചെയ്യും. അപ്പം അതുപോലെ തന്നെ വേറെ കമന്റ് വന്നിരുന്നു, ഒരുപാട് ഷേപ്പ് കിട്ടാൻ വേണ്ടി തീരം മെലിഞ്ഞത് കൊണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടി 2-3 സ്കേർട്ട് ഇടുന്നത്. ഇപ്പൊ കോട്ടൺ സ്കേർട്ടാണ് ഇടുന്നതെങ്കിൽ താഴേക്കില്ല, അതിങ്ങനെ വീർത്തിരിക്കും, അപ്പൊ ഒരു ഷേപ്പ് കിട്ടില്ല. അപ്പൊ അതൊരു കാര്യം ചെയ്ത് ഇങ്ങനെ സ്കേർട്ട് ഇട്ടിട്ട് അതിന്റെ മുകളിൽ ഇതുപോലത്തെ ഒരു സാറ്റിന്റെ സ്കേർട്ടോ അല്ലെങ്കിൽ ഒരു ഷേപ്പ് വെയർ ഇടുവാണെങ്കിൽ നല്ല ഭംഗിയിൽ സാരി എടുക്കുമ്പോൾ ഷേപ്പിലായിട്ട് ഇരിക്കും. അപ്പൊ നമുക്ക് ഇത് ഇട്ടിട്ട് ഇനി സാരി കൊടുക്കാം. ഞാനിവിടെ പിങ്ക് ആണ് എൻ്റെ അടുത്ത് ഉള്ളത്, സാരി ബ്ലൂ ആണ്. പക്ഷെ എൻ്റെ അടുത്ത് ആ സെയിം കളർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് ഉപയോഗിച്ചിരിക്കുന്നത്. റൈറ്റ് സൈഡിലാണ് നമ്മൾ സാരി കൊടുക്കുമ്പോൾ പാവാട അണ്ടർ സ്കേർട്ട് കെട്ടാനത് നല്ലതായിരിക്കും. കാരണം പിന്നീട് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഇവിടെ ആണെങ്കിൽ നമുക്ക് എല്ലാം അടിക്കേണ്ടി വരും. ഇവിടെ ആണെങ്കിൽ ഒരു ഓപ്പണിങ് വരുന്നതാണ്. അപ്പം അത് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനുണ്ടെങ്കിൽ ഇവിടുന്ന് ചെയ്യാൻ എളുപ്പമായിരിക്കും. പിന്നെ നിങ്ങൾ ഹീൽസ് ആണ് ഇടുന്നതെങ്കിൽ സാരി എടുക്കുന്നതിന് മുന്നേ ഹീൽസ് ഇട്ടിട്ട് സാരി എടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ അതിന്റെ ലെങ്ത് കയറിപ്പോകും പിന്നീട് ഹീൽസ് ഇടുമ്പോൾ. ഇത് സോഫ്റ്റ് സിൽക്കിന്റെ സാരിയാണ് കേട്ടോ. അപ്പം ഈ സോഫ്റ്റ് സിൽക്ക് ഉടുക്കുമ്പോഴും നല്ല ഒതുങ്ങി ബോഡിയോട് ഒതുങ്ങിയിട്ടിരിക്കും, ഇങ്ങനെ എന്താ പറയാ പൊങ്ങി നിൽക്കില്ല. അപ്പം കുറച്ചും കൂടെ നല്ല ഭംഗിയായിരിക്കും കാണാൻ. നമുക്ക് ഈ റൈറ്റ് സൈഡിൽ കുത്തി കൊടുക്കാം. ഇപ്പം ഇനി വയറൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്കൊരു എന്താ പറയുക ഒരു ബെൽറ്റും കൂടെ കെട്ടുവാണെങ്കിൽ കുറച്ചും കൂടെ ഒതുങ്ങിയിരിക്കും. കോട്ട് ചെയ്തിട്ട് എത്ര നമുക്ക് ലെങ്ത് വേണോ അത്രയും എടുക്കുക. കാണുന്നുണ്ടോ? ഈ ഒരു ലെങ്ത്തിന് എടുത്തു. ഇതിനി ഈ ഇവിടെ കുത്തി കൊടുക്കാം. ഈ സ്കേർട്ടിന്റെ സാരിയുടെ അടിയിൽ പാൻസ് ഇടുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അത് ആർക്കും ചെയ്യാറുണ്ടോ? ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, പക്ഷെ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്നു. സെയിം കളറൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല അല്ലേ. നമുക്ക് ഇവിടെ ഫ്രണ്ട് പ്ലീറ്റ്സ് എടുക്കാം. ബ്ലൗസ് പീസിന് സാരിയിൽ നിന്ന് മുറിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ലെങ്ത് അധികം ഉണ്ടാവില്ല, അപ്പൊ പ്ലീറ്റ്സ് ഒരുപാട് കിട്ടില്ല. അപ്പൊ അങ്ങനെ പ്ലീറ്റ്സ് വരണം എന്നുള്ളത് നമ്മൾ ഇവിടെ ആദ്യം കുത്തിയില്ലേ, അതിന്റെ അവിടെ തന്നെ അതിയുടെ സെയിം കളർ മെറ്റീരിയൽ എടുത്തിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്ത് ചേർക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പ്ലീറ്റ്സ് കിട്ടും ഫ്രണ്ടിലേക്ക്. അവിടെയാണ് ആരും കാണില്ലല്ലോ പുറത്തേക്ക്. അപ്പൊ അതൊരു ട്രിക്കാണ് കേട്ടോ. സാരിക്ക് ബ്ലൗസ് പീസ് മുറിച്ച് കഴിഞ്ഞിട്ട് ലെങ്ത് ഇല്ല, പ്ലീറ്റ്സ് പോരാൻ തോന്നുകയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. പ്രത്യേകിച്ച് അത്യാവശ്യം വണ്ണമൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഇത് എല്ലാം പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് എല്ലാം കെടുത്ത് വരുമ്പം പ്ലീറ്റ്സ് ചെയ്യാൻ കിട്ടും, 2-3 പ്ലീറ്റ്സേ കിട്ടുള്ളൂ. അപ്പം കുറച്ചധികം പ്ലീറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ട്രിക്ക് നമുക്ക് യൂസ് ചെയ്യുന്നത്. ഈ അവസാനത്തെ നമ്മുടെ ഈ പ്ലീറ്റിലെ കുറച്ചും കൂടെ ഒന്ന് കയറ്റി ഇങ്ങനെ എടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ജോലി കിട്ടും.
അല്ലെങ്കിൽ ഇവിടെയുള്ള പ്ലീറ്റ് ആണെങ്കിൽ ഇങ്ങോട്ട് വലിഞ്ഞിരിക്കും. ഇനി ഇതിങ്ങനെ ഈ പ്ലേറ്റ് ഒരുമിച്ച് നമ്മൾ പിൻ ചെയ്യാതെ കുറച്ചൊന്നിങ്ങനെ എന്താ പറയുക 1 by 1 ലെയർ ആയിട്ട് ഒന്ന് വെച്ചിട്ട് ഒരു പിന്ന് കുത്തിയിട്ട് നമുക്കത് ടക്ക് ചെയ്ത് ഉള്ളിലേക്ക് വെക്കാം. അതിൽ പിൻ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് വേണം കുത്താൻ. സാരി ഡാമേജ് ആവാന്ന് പറയുന്നത് വിഷമമുള്ള കാര്യമല്ലേ. സാരി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും. സാരിക്ക് എന്നത് പറ്റുകയെന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് പറ്റണ പോലെയാണ്. അപ്പോൾ അത്രയും പ്ലേറ്റ്സ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിനുള്ളിലേക്ക് ടക്ക് ചെയ്യാം. ടക്ക് ചെയ്യുന്നത് നമ്മുടെ പൊക്കിളിൻ്റെ നേരെ ആയിരിക്കണം. അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ആയ ഒരു വൃത്തികേടായിരിക്കും. അപ്പം ആ സെൻറ്ററിൽ തന്നെ അവിടെ തന്നെ ഇതിന് താഴെയായിട്ട് ഇനി നമുക്ക് ഇവിടെ ഒന്ന് ശരിയാക്കാനുണ്ട്. ഇവിടെ ഒരു ഓപ്പണിങ് കണ്ടില്ലേ. അപ്പം ഇവിടെ നമുക്ക് ഒന്നും കൂടെ നൂറിയൊക്കെ ഒന്ന് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഒന്ന് വലിച്ചിട്ട് ഇതൊന്ന് ഇങ്ങനെ കറക്കി ഇവിടേക്ക് കുത്തി വയ്ക്കാം. അപ്പം ഇങ്ങനെ കുത്തുമ്പം ഇവിടെ നല്ല ഷേപ്പിൽ കിട്ടും. എന്നിട്ട് ഇതും നന്നായിട്ട് ഉള്ളിലേക്ക് മടക്കി വെക്കുക. ടക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ടക്ക് ചെയ്ത് എല്ലാം കുത്തി വയ്ക്കാതെ ഇങ്ങനെ ടക്ക് ചെയ്തിട്ട് ഈ 2 സൈഡിലേക്ക് കൊണ്ടുവരണം. അല്ലെങ്കിൽ ഇവിടെ വീർത്തിരിക്കും, ഭയങ്കര വൃത്തിയോടായിരിക്കും കാണാൻ. ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ എല്ലാം കുത്തി വയ്ക്കാം. ഇനി നമുക്ക് പ്ലേറ്റ്സ് എടുക്കാം. ഈ സോഫ്റ്റ് സിൽക്ക് ആണെങ്കിൽ നമുക്ക് ചെറിയ പ്ലീറ്റ്സും കിട്ടും, വലിയ പ്ലീറ്റ്സും കിട്ടും. അത്യാവശ്യം ഒരു മീഡിയം സൈസ്. പക്ഷെ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഇപ്പം ചെറിയ സൈസ് പ്ലീറ്റ്സ് എടുക്കാനാണ് ഇഷ്ടം. അത് നല്ല ഭംഗിയല്ലേ കാണാൻ. പ്രത്യേകിച്ച് നമുക്ക് ഈ സീരിയലിലും ഒക്കെ കാണാലോ. ഓക്കേ, ഈ സോഫ്റ്റ് സിൽക്ക് സാരി ആയത് ഗുണമെന്ന് വെച്ചാൽ പെട്ടെന്ന് പ്ലീറ്റ്സ് കിട്ടും. ആ കിട്ടുന്ന പ്ലീറ്റ്സ് ആണെങ്കിൽ നന്നായിട്ട് കിടക്കുകയും ചെയ്യും. ഇനി നിങ്ങൾക്ക് ഈ പ്ലീറ്റ്സ് പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒന്ന് അയൺ ചെയ്യാം. ഇപ്പം ഫംഗ്ഷനൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ പ്ലീറ്റ്സ് എടുത്ത് ഒന്ന് പിൻ ചെയ്തിട്ട് വെക്കാം തലേ ദിവസം. അങ്ങനെയാണെങ്കിൽ പോകുന്ന ഫംഗ്ഷൻ അന്ന് രാവിലെ നമുക്ക് ഒരുപാട് ധൃതി വെച്ച് ചെയ്യേണ്ടി വരില്ല. കുറച്ച് എളുപ്പത്തിൽ നമുക്ക് റെഡിയാവും. ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരില്ല കേട്ടോ. ഇതിപ്പോൾ സോഫ്റ്റ് സിൽക്ക് ആയതുകൊണ്ടാണ് പെട്ടെന്ന് കിട്ടുന്നത്. ചില സാരീസ് നമുക്ക് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. അപ്പം അങ്ങനെയുള്ളപ്പോൾ ആ ഒരു ട്രിക്ക് ഉപയോഗിച്ചായിരുന്നു. നേരത്തെ ഒന്ന് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ അന്ന് ഈസി ആയിട്ടെല്ലാം ചെയ്യാം. സാരി കൊടുത്ത് ഞാൻ പ്ലീറ്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇവിടെ ഷേപ്പായിട്ട് ഇരിക്കണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഈ സാരിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് താഴോട്ടൊന്ന് വലിക്കണം. വലിച്ചു കഴിയുമ്പം ഇവിടെ ഒന്ന് ഷേപ്പായിട്ടിരിക്കും. അല്ലെങ്കിൽ എല്ലാം കൂടെ ഇങ്ങനെ കയറിയിരിക്കും. ഹൗസിന് ഇറക്കം കുറച്ച് കൂട്ടി തയ്ച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് വയറൊക്കെ കവർ ചെയ്യാൻ പറ്റും. പിന്നെ പിൻ ചെയ്യേണ്ട ആവശ്യം വരില്ല. ഇതിപ്പോൾ കണ്ടോ, നല്ലപോലെ പ്ലീറ്റ്സ് എടുത്തിട്ടുണ്ട്. അവിടെ നല്ല ഭംഗി തന്നെ ആയിരിക്കണം സൈഡൊക്കെ. സാറ്റിന്റെ സ്കേർട്ട് ഇടുമ്പോൾ ഉള്ള ഡിഫറൻസ് നമ്മളുടെ ബോഡിയോട് ഒതുങ്ങി നിൽക്കും. കണ്ടില്ലേ, നല്ല ഭംഗി തന്നെ പ്ലീറ്റ്സ് എല്ലാം കെട്ടിയിട്ടുണ്ട്. സൈഡ് പ്ലീറ്റ്സ് അത് ഒതുങ്ങി കിടക്കുന്നുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അങ്ങനെ എന്തെങ്കിലും സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.